ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കുന്നുമ്മലക്കവിടെ അടുത്താണ്. ഇത് കറക്റ്റ് സ്ഥലം ആജിയാർ പള്ളി എന്ന് പറയും. അവിടെ വന്നത് യൂസുഫിനെ കാണാനാണ്. യൂസുഫിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. യൂസുഫിന് തലച്ചോറ് ചെറിയൊരു വളർച്ചക്കുറവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പക്വതക്കുറവ് കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. ഈ കാണുന്നതാണ് യൂസുഫിൻ്റെ വീട് കേട്ടോ. ഇവരുടെ തറവാട് വീടാണ്. ഇത് യൂസുഫിൻ്റെ തന്നെയാണ്. യൂസുഫ് ഉപ്പയാണ് ഇവിടെയുള്ള. ഉമ്മ മരണപ്പെട്ടാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ജ്യേഷ്ഠൻ്റെ വീടുണ്ട്. ഇതൊരു പറമ്പിൽ തന്നെയാണ് ജ്യേഷ്ഠൻ്റെ ഈ വീടുള്ളത് കേട്ടോ. ഇത്രയും അടുത്തടുത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അസ്സലാമു അലൈക്കും. ഇത് ആണ് ഏട്ടനാണ്. ഇക്കാൻ്റെ പേരെന്താ? മുഹമ്മദ് അലി. അപ്പോൾ ഇതാണ് കേട്ടോ യൂസുഫ്. യൂസുഫേ, എന്തൊക്കെയാ സുഖമല്ലേ? അപ്പോൾ ഇവിടെ ഉപ്പാക്ക് പ്രായമായതാണ്. ഉപ്പാക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറയാൻ ചില പ്രായത്തിന്റെ ഒരു പ്രയാസം മാത്രം, അല്ലാത്ത വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. 89 വയസ്സായിട്ടുണ്ട്. 89. അപ്പോൾ നമുക്ക് എന്നാൽ ഇക്കാൻ്റെ വീട്ടിലിരിക്കാം. ഉപ്പാക്ക് ഒരു ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ വരാനുള്ള വഴി ഇത് തന്നെയാണോ? വണ്ടി വരുമല്ല? വണ്ടി ബൈക്ക് മാത്രം വരും. ശരി, യൂസുഫ് വാ, അവിടെ ഇരിക്കാം. ശരിക്കും യൂസുഫിന് എന്താ ബുദ്ധിമുട്ടുള്ളത്? ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവന് സമയത്ത് തന്നെയാണ് അവൻ്റെ ഇത് പ്രോബ്ലം ഉണ്ട്. കാരണം വെച്ചാൽ നാവൊക്കെ അങ്ങനെ കട്ടി കൂടിയിട്ട് ഉള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരങ്ങളൊക്കെ ക്ലിയർ ആയി. ജന്മന പ്രസവത്തിലേ വന്നതാണ്. മറ്റുള്ളവർക്ക് ആർക്കും ഇതൊന്നുമില്ലല്ലോ. കാരണം വൈകിണ്ടായ കുട്ടിയാണ്. കാരണം ഒരുപാട് മറ്റുള്ളവരെ രണ്ടിലുള്ള വൈകിണ്ടായ കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രോബ്ലം, അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല. ആള് എല്ലാം കൊണ്ടും പിന്നെ എല്ലാവരുമായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യമൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ജോലിക്ക് പോകുന്നുണ്ട്. അവൻ്റെ കാര്യത്തിൽ യാതൊരു പ്രയാസവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവന് നോക്കാൻ പറ്റിയ ഒരു കുട്ടിയായിരിക്കണം. അതെ. ശരിക്ക് പിന്നെ ഉള്ളിക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗുളിക കുടിക്കാനുണ്ടോ? ഇല്ല, മരുന്നായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇത് പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാല് പിന്നെ വരുന്ന കുട്ടി ഉള്ള കുറച്ച് പക്കത്തുള്ള കുട്ടി ആയിരിക്കണം. പിന്നെ അവന് നോക്കാൻ പറ്റില്ല. അവനെ അങ്ങനെ ശരിയാക്കി കൊണ്ടുവരാം. അല്ലാതെ വേറെ ബുദ്ധിമുട്ടോ അതിന്റെ പ്രയാസം ബോഡിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞാണ്. ആദ്യ വിവാഹമാണോ? അല്ലല്ല, അത് രണ്ടാമത്താണ്. ഡിവോഴ്സ് ആയതാണ്. അതിപ്പോ ഡിവോഴ്സ് ആയിട്ട് എത്രയായി? ഏകദേശം ഇപ്പൊ 7 വർഷമായിട്ടുണ്ടാവും. 7 വർഷമായി. നിയമപരമായിട്ടൊക്കെ സെറ്റായതാണ്. എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചിരുന്നത്. ആ കുട്ടിക്ക് പിന്നെ ഒരു പ്രയാസം, പിന്നെ അങ്ങനെ കൂടെ നിൽക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ അങ്ങനെ അവർക്ക് ഭയങ്കര പ്രയാസം കാര്യമൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഓൾറെഡി ഇങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ട് വന്നതിന് ശേഷം പിന്നെ അവർക്കൊരു പിന്നെ പിരിഞ്ഞുകൊണ്ടിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടി പോയി. കാരണം പിന്നെ അത്യാവശ്യം പിന്നെ എത്ര 23 എത്ര ഏജൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏകദേശം 35 വയസ്സുണ്ടാവും. 35 വയസ്സിലാ? അതെ അതെ. ഇപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചനകളാണ് പറ്റുക? നമുക്ക് അവന്റെ ഏജ് ആയാലും കുഴപ്പമില്ല, ഒരു 35 വരെ നമുക്ക് പോവാം. അപ്പോൾ ഇക്ക പറഞ്ഞു, ഇപ്പോൾ ആദ്യം വിവാഹം കഴിഞ്ഞിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നെ അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പോയി എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു കാരണം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിക്കാൻ വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവർക്കാണ് ബോധ്യം വരേണ്ടത്. ഇപ്പോൾ വീട്ടുകാർ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം മാത്രമല്ല, വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പക്ഷേ വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്. ഇവരുടെ സ്നേഹം പ്യുവറായിരിക്കും. പക്ഷേ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ വേറൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളെന്ന് പറയുമ്പോൾ അവർക്ക് പല ഇപ്പോൾ അവർ പോകുമ്പോൾ ഇവർക്ക് പോകാനാവില്ല, അതേപോലെ ആയിരിക്കുമല്ലോ. ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ളവർ മാത്രമേ വരാവുള്ളൂ. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ചെറിയ ബുദ്ധിമുട്ട്, ചെറിയ മുന്നോട്ടുള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നും വിഷയമില്ല. നമുക്ക് നോക്കിയിട്ട് എന്താ വെച്ചാൽ യൂസുഫിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ യൂസുഫിനെ എഴുതാനും വായിക്കാനും അറിയില്ല. അതേപോലെ തന്നെ ഒറ്റക്കൊക്കെ പുറത്ത് യാത്ര ചെയ്യാറുണ്ടോ? അവൻ ജോലിക്ക് പോകുന്നല്ലേ, ഞായറാഴ്ച മാത്രമേ. എവിടെയാ ജോലി ചെയ്യുന്നത്? ജോലി ഇവിടെ ഇംഗിൽ എന്ന് പറയും, ഇവിടെ പാണക്കാട് തന്നെ. അവിടെ എന്താണ് ജോലി? പൈപ്പ് വയറിങ്ങിന്റെ ഐറ്റംസ്, അവിടെ പ്ലംബിംഗ് സാധന. അതിന്റെ സെയില്. അത് യൂസുഫിന് അവിടെ എന്താ പണി? പേക്കാക്കല്. ശരി. ഒറ്റക്ക് ബസ്സിന് പോകലാ? ബൈക്ക് ഓടിക്കുന്ന അറിയാ? ഇല്ല, അവന്റെ കൂട്ടുകാരന്റെ കൂടെ പോകാം. ബൈക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ? അറിയില്ല. അതെ അതെ അതെ. പിന്നെ സ്ഥിരമായിട്ട് ഗുളിക കാര്യങ്ങളൊന്നും അതില്ല. പിന്നെ വയലന്റ് ആകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ? ആള് സൈലന്റ് ആണ് അല്ലേ? അതെ അതെ അതെ. നല്ല സംസാരിക്കും. സംസാരം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല, അങ്ങനെ
യൂസഫ് ഏറ്റവും ഇളയതാണോ? ഏറ്റവും ഇളയത്. അപ്പോൾ പിന്നെ വീട്ടിലിപ്പോൾ ഉമ്മ മരണപ്പെട്ട് ഉപ്പയും യൂസഫും ആണല്ലേ ഉള്ളത്? തൊട്ടടുത്തേക്കാൻ്റെ വീടുണ്ട്. നിങ്ങൾ എത്ര ആൺകുട്ടികളാ? ഞങ്ങൾ രണ്ടാള് മാത്രമേ, ബാക്കി 3 പെൺകുട്ടികളാ? ശരി. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം തന്നെ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യുക. പലരും പല സ്ഥലത്തുനിന്നും വിളിക്കും. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇക്ക ദൂരം പ്രശ്നമില്ലല്ലോ? ദൂരം പ്രശ്നമില്ല. പിന്നെ ദൂരം ഒന്നും ഇവർക്ക് പ്രശ്നമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ പറഞ്ഞു യൂസഫിനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അങ്ങനെ ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ഈ ഏരിയയിലൊക്കെ പോകുന്നല്ലാണ്ട് കുറച്ച് ദൂരോട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ബസ്സിൻ്റെ ബോർഡ് വായിക്കാനായാലും ടിക്കറ്റ് പൈസേൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, പൈസേൻ്റെ കണക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര ഒറ്റയ്ക്ക് ദൂരത്തൊക്കെ പോകൽ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ കല്യാണം കഴിഞ്ഞിപ്പോൾ ഓള് ദൂരത്തുള്ള ഒരാളാണെങ്കിൽ ഓള് സെറ്റാണെങ്കിൽ, അതായത് വരാൻ പോകുന്ന വൈഫ് പെൺകുട്ടി സെറ്റാണെങ്കിൽ രണ്ടാർക്കും കൂടി അവർക്ക് പോകാം. അല്ലാണ്ട് യൂസഫിനെ അതേ ബുദ്ധിമുട്ടുള്ള ഒരാളാകുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന കുട്ടികൾ ആ രീതിയിലൊക്കെ ആയാൽ കുറച്ചുകൂടെ ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? വേറെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഓൾറെഡി യൂസഫ്. ഡിവോഴ്സ് ആയ ആലോചന നമ്മൾ സ്വീകരിക്കുമല്ലേ? സ്വീകരിക്കും. അതിൽ മക്കളുള്ളത് ബുദ്ധിമുട്ടാണല്ലേ? മക്കളില്ലാത്ത ഡിവോഴ്സ് ആയ ആളുകളിൽ നിന്നുള്ള ആലോചന നമ്മൾ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ പിന്നെ എന്താ പറയാനുള്ള യൂസഫിന് എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ പറഞ്ഞോ? നല്ല കുട്ടിയായിരിക്കും. ആണോ? ഇൻഷാ അല്ലാഹ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസഫിൻ്റെ കൂടുതൽ മെഡിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരോട് തന്നെ ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് ഇവർ പറഞ്ഞു തരും. നമ്മൾ 10 മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ഡോക്ടറുടെ കൗൺസിലിങ്ങോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരിക. ആലോചനകളും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതിനുള്ള ഒരു വഴി മാത്രമാണ് ഇത് എന്നുള്ള ഒരിക്കൽ കൂടെ എല്ലാവരോടും പറയാണ്. കല്യാണം നടക്കാൻ എളുപ്പമാണ്, നിലനിൽക്കാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് മാക്സിമം അന്വേഷിച്ചിട്ട് മാത്രം വീഡിയോ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ചെയ്യേണ്ടി വരുന്നതല്ല. ഓക്കെ പിന്നെ വീടൊക്കെ ഉണ്ടല്ലോ ഒന്നാ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും വരേണ്ടതല്ല. നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യേണ്ടതാണ്. വീട്ടുകാരോടാണ്. പിന്നെ കുറച്ച് ചില വീടുകളിലുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ കുറച്ച് പ്രായമായ പെങ്ങന്മാരായിരിക്കും, ആങ്ങളമാരെ വൈഫുമാരുണ്ടാവും. പെങ്ങൾ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണമെന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിൻ്റെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടുള്ള റിക്വസ്റ്റാണ്, അങ്ങനെ അന്വേഷിക്കാതെ നിങ്ങളെ പെങ്ങന്മാർ ആർക്കെങ്കിലും കെട്ടിച്ച് കൊടുക്കരുത്. അത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയുള്ളൂ. നിലവിൽ ഭാര്യമാരുള്ളവരൊക്കെ വരുമ്പോൾ ഒന്നും അന്വേഷിക്കാണ്ടൊന്നും കെട്ടിച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മളെ ഇതിൽ 2-3 കേസൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അവരോട് പറയാണ്, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബ്ലഡ് അല്ലേ എന്നുള്ളൊരു പരിഗണനയെങ്കിലും അവർ കൊടുക്കണം. നല്ലൊരാളെ കണ്ടെത്താൻ വിചാരിച്ചാൽ സാധിക്കും. നമ്മളിതിൽ വീഡിയോ ചെയ്തിട്ട് മര്യാദയ്ക്കൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്താൽ നല്ല ഒരുപാട് ആലോചനകൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യില്ല, റീചാർജ് കഴിഞ്ഞാൽ അത് റീചാർജ് ചെയ്യുന്നില്ല. പിന്നെന്താ വെച്ചാൽ വീഡിയോ എടുത്താൽ ആലോചന ഇങ്ങനെ വരുമല്ല ഇല്ലേ? നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ അതിൽ മൊബൈൽ റീചാർജ് ചെയ്യണം. അത് കഴിഞ്ഞാൽ കോൾ വരുമ്പോൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം, എഴുതി വെക്കണം, നമുക്ക് പറ്റിയതാണോ അന്വേഷിക്കണം. ഇതൊരു പ്രോസസ്സാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. കല്യാണം നടക്കാത്ത എല്ലാവരുടെയും കാരണം അത് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റീപോസ്റ്റ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുകയും ചെയ്യാം. എൻ്റെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. എത്രയും പെട്ടെന്ന് യൂസഫിൻ്റെ കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.